കൊച്ചിയിലെ അവസ്ഥ എന്താണ്? ക്യൂവിന് എത്രമാത്രം നീളമുണ്ട്? ഗോപി, രാവിലെ 7 മണി മുതൽ തന്നെ ക്യൂ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ വോട്ടെടുപ്പ് തുടങ്ങി. ശരിക്കും എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും പരമ്പരാഗതമായി ഒരു UDFന് ലഭിച്ചുകൊണ്ടിരുന്ന സീറ്റ് തന്നെയാണ് എറണാകുളം. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷത്തേക്ക് തെന്നി പോകാറുണ്ടായിരുന്നത്. ഈ ഒരു അടിയൊഴുക്ക് ഇത്തവണ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് LDF കാത്തിരിക്കുന്നത്. എന്നാൽ പരമ്പരാഗത സീറ്റ് ഇക്കുറി കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും എന്നുള്ള വിജയപ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. ഇവിടെ രണ്ട് മുന്നണികളിലും തുടക്കത്തിൽ ചില അസ്വാരസ്യങ്ങൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ആദ്യം NSUI ദേശീയ പ്രസിഡന്റ് ഹൈബീഡന്റെ പേരാണ് UDF ക്യാമ്പിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നത്. അവസാനം അത് പ്രൊഫസർ KV തോമസ് ആയപ്പോൾ പരിചയ തികവിന് 4ാം വട്ടമാണ് തോമസ് മാഷ് ലോക്സഭാ അംഗത്തിന് ഇറങ്ങുന്നത്. പരിചയ തികവിന് ഹൈക്കമാൻഡ് പ്രാധാന്യം നൽകിയപ്പോൾ അത് ശരിയായ തീരുമാനമായിരുന്നു എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത ഹൈക്കമാൻഡിനും ഒപ്പം തന്നെ UDFനും എറണാകുളത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കുമുണ്ട്. തീർച്ചയായും അതിന്റെ ഒരു ഉശിര് തന്നെ അവർ പ്രചാരണ വേളയിൽ കാണിച്ചിരുന്നു. തിരിച്ച് അപ്പുറത്തെ സൈഡ് പറയുകയാണെങ്കിൽ LDF ക്യാമ്പിലും ഇതേ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ഈ ഹൈബി ഈഡനായിരിക്കും UDF സ്ഥാനാർത്ഥി എന്നുള്ള ഒരു കരുതലിനെ തുടർന്നാണ് അവർ സിന്ധു ജോയിയെ ഇവിടെ മത്സരിപ്പിക്കാനായി ഇറക്കിയത്. നിലവിലെ സിറ്റിംഗ് MP ആയ ലത്തീൻ സമുദായക്കാരൻ കൂടിയായ സെബാസ്റ്റ്യൻ പോളിനെ മാറ്റിക്കൊണ്ടാണ് ഇവിടെ ഒരു യുവരക്തത്തിന്റെ പോരാട്ടം നടക്കട്ടെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് സിന്ധു ജോയിയെ ഇറക്കിയത്. UDF ക്യാമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അത് എത്ര കണ്ട് ഇപ്പുറത്ത് ഗുണകരം ആകും എന്നുള്ള ഒരു ആശങ്ക തുടക്കം മുതൽ തന്നെ LDF ക്യാമ്പിലുണ്ട്. എങ്കിലും പ്രവർത്തനത്തിലൂടെ അവർക്കും ഒരു പരിധിവരെ അത് അതിജീവിക്കാനായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. എങ്കിൽ തന്നെയും മറ്റു ചില അടിയൊഴുക്കുകൾ തീർച്ചയായും എറണാകുളം മണ്ഡലത്തെ ഇപ്പോഴും ബാധിക്കാറുണ്ട്. അത് പ്രധാനമായും സഭാ വോട്ടുകൾ തന്നെയാണ്. ക്രൈസ്തവ സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. ലത്തീൻ സമുദായത്തിന് മേൽക്കൈയുള്ള മണ്ഡലം എന്നും നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. 40% വോട്ടുകൾ ലത്തീൻ സമുദായത്തിനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കുറി ഇടതുപക്ഷത്തിനെതിരായ ഒരു വിധിയെഴുത്ത് കത്തോലിക്ക സമുദായത്തിൽ നിന്നും കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും ഉണ്ടാകും എന്നുള്ള ഒരു കരുതൽ തന്നെ UDF ക്യാമ്പിന് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇത് മറ്റൊരു വശം പറയാനുള്ളത് മുസ്ലിം വോട്ടുകളുടെ കാര്യമാണ്. PDPക്ക് സ്വാധീനമുള്ള മുസ്ലിം വോട്ടുകൾ ഈ അവസരത്തിൽ LDFന് ഗുണമാകുമെന്ന് LDF ക്യാമ്പും കരുതുന്നുണ്ട്. തീർച്ചയായും ഇരു മുന്നണിക്കും വളരെയേറെ ഒരു പ്രസ്റ്റീജ് മത്സരം കാഴ്ചവെക്കേണ്ടത് തന്നെയാണ് എറണാകുളം മണ്ഡലത്തിലുള്ളത്. ആ ഒരു വീറും വാശിയും പ്രചരണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇരു മുന്നണികളുടെയും ഉണ്ടായിരുന്നു. ആ ഒരു ആവേശം വോട്ടായി മാറ്റാനുള്ള തയ്യാറെടുപ്പ് പൂർണ്ണമായി ഇരുമുന്നണിയിൽ നൽകിയിരുന്നു. അതിന്റെ ഒരു റിസൾട്ട് അറിയാനുള്ള ഒരു കാത്തിരിപ്പ്, അതിന്റെ ഒരു ആവേശം തന്നെ എല്ലാവരിലും കാണാനുണ്ട്. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ക്യൂ രൂപപ്പെട്ടിട്ടുള്ളത് ഇതിനൊരു തെളിവ് കൂടിയാണെന്ന് പറയാൻ സാധിക്കും. ഗോപി, തീർച്ചയായും ലേബി, ഇപ്പോൾ നമ്മൾ TV യിൽ കാണുന്നത് പോലെ